പലരും വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ വശ്യമെന്ന് പറയുന്നത് സത്യമാണോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കും. സത്യത്തിൽ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും വശ്യം എന്താണ്, വശ്യത്തെക്കുറിച്ച്, പൂക്കൾ വെച്ചുള്ള വശ്യം അല്ലെ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടുള്ള വശ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വശ്യമെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കണക്കല്ല അത്. മാന്ത്രികത്തിൽ വശ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന മാന്ത്രികത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വശ്യം, അല്ലെങ്കിൽ എന്താണ് വശ്യം എന്നതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. നമസ്തേ രുദ്രധാര. വശ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം വശീകരണം എന്നാണ്. എങ്ങനെ വശീകരിക്കാം? ഒരു വ്യക്തിയെ വശീകരിക്കുക, വശത്താക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ പ്രണയം തന്നെ എടുക്കാം. നമ്മൾ ഒരാളുമായിട്ട് അഗാധമായിട്ടുള്ള പ്രണയത്തിലാണ്. ആ പ്രണയം കാലക്രമേണ ഒരു പ്രണയത്തിനൊരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കുമല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു തീവ്രത നഷ്ടപ്പെടും അല്ലേ? അത് നഷ്ടപ്പെടുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത്. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിനൊന്ന് ചിലർ റിക്കവർ ചെയ്യും, ചിലർ റിക്കവർ ചെയ്യത്തില്ല അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള ചിലർ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അറിയാമല്ലോ, നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് പറയുകയാണ്, നമ്മളെ ഒരാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകരുത്. അതാണ് നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഗണന, അല്ല ഏറ്റവും വലിയ ബഹുമാനം. നമുക്ക് എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഏതൊരു മനുഷ്യനും ഉണ്ടാവും. ഒരാൾക്കൊരാളെ വേണ്ട കളഞ്ഞേക്കുക. പിന്നീട് അതിൻ്റെ പുറകെ ചിന്തിക്കാനോ അത് ആലോചിച്ചിരിക്കാനോ പോകരുത്. കാരണം ഏതൊരു വ്യക്തിയും ജനിച്ചത് മറ്റൊരാളെ കണ്ടിട്ടല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. പിന്നീട് പോയി ആസ്വദിക്കാനോ മറ്റു പരിപാടിക്കോ ഒന്നിനും നിൽക്കരുത്. ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ടാന്ന് തന്നെയാണ്. അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇനി നമ്മൾ പറയും, ഞാൻ അത്രയേറെ ആ പെണ്ണിനെ സ്നേഹിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ അയാളെ അത്രയേറെ സ്നേഹിച്ചു പോയി, എനിക്ക് അയാളില്ലാതെ പറ്റില്ല. വെറുതെയാണ്, അത് പൂർണ്ണമായിട്ടും വെറുതെയാണ്. കാരണം അവിടെ അപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ത്യാഗം ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ, അവരെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. ക്ലാസ് എടുത്തൊന്നുമല്ല, പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വശ്യമെന്ന് പറയുന്നത്, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. വശ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതും പോവും. നമ്മൾ ഒരാളെ വശീകരിച്ച് ഒരുപാട് നാൾ കൂടി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത. കൈവശം പോലത്തെ സംഭവമൊക്കെയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ പീരീഡ് ഓഫ് ടൈം കിട്ടും. പക്ഷേ ഇതിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഈ സാധാരണ വശ്യങ്ങൾക്ക്. പക്ഷെ മാന്ത്രികത്തിലൊരു വശ്യമുണ്ട്. ജീവിതകാലം മുഴുവൻ അടിമയാക്കപ്പെടുന്ന ഒരു സംഭവമാണത്. ഇനി എന്തൊക്കെ തെറ്റ് ചെയ്താലും പിന്നെയും സഹിച്ചും ക്ഷമിച്ചും പുറത്തും കൂടെ നിൽക്കും. പെണ്ണായാലും ആണായാലും. ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് 5-1 പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് അശ്വാരൂഢം. ചെറിയ പരിപാടിയല്ല, വൻ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അശ്വാരൂഢം ഒരു മന്ത്രമാണ് ശരിക്കും. അത് പ്രയോഗിക്കുന്നതിന് ചില രീതികളുണ്ട്. ചുമ്മാതെ ഇയാൾ ഒരു വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇത് 2000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 2 ലക്ഷം പ്രാവശ്യം ജപിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അതിന് ചില ചിട്ടവട്ടങ്ങളും കൂടി പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്, 1, വ്രതശുദ്ധി അത്യന്താപേക്ഷിതമാണ്. വ്രതശുദ്ധിയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ. ഇത് എത്ര പ്രാവശ്യമാണെന്നറിയാമോ? 1008 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്.
സിദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 5 ലക്ഷം. എന്നാൽ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 1008 ആണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈം ഉണ്ട്, ആ ടൈം കഴിയുമ്പോൾ അതില്ലാണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമുക്കതിലേക്ക് പോകാം. ഒരു പാള നമ്മുടെ നാട്ടിൽ എന്താ അതിന് പറയുക? ഞങ്ങളുടെ നാട്ടിൽ പാള എന്നാ പറയുക. അടയ്ക്കാമരത്തിൻ്റെ പണ്ട് കാലത്ത് കൊച്ചിനെയൊക്കെ കുളിപ്പിക്കത്തില്ലേ ഇട്ട്, ഈ ബേസിനൊക്കെ വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്ന ഒരു സാധനമാണ് പാള എന്ന് പറയുന്നത്. അടയ്ക്കാമരത്തിൻ്റെ ഓലയുണ്ട്, അതിൻ്റെ മടല് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പാള എന്ന് പറയുന്നത്. അതെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അമാവാസി പ്രത്യേകം പറയുന്നത് അമാവാസി ദിവസമാണ്. ശേഷം കർപ്പൂരം, കുങ്കുമം, ചന്ദനം, കർച്ചൂരം, 4 ഐറ്റം. കർപ്പൂരം, കുങ്കുമം, ചന്ദനം, കർച്ചൂരം തുടങ്ങിയ 4 ഐറ്റം പനിനീരിനകത്ത് കുഴച്ച്, അല്ലെങ്കിൽ ഇത് അരച്ച്, പനിനീരിൽ അരച്ച് കുഴച്ചെടുക്കുന്ന ഒരു പരുവം. ശേഷം ഇതിനെ ഉണക്കുക. എന്നാ ചെയ്യുന്ന? അമാവാസിയിൽ ഇതിനെ ഉണക്കിയെടുക്കണം. ശേഷം 12,000 ഉരു ജപിച്ച് വേണം ഇതെന്ത് ചെയ്യാൻ? ഈ മിശ്രിതം തയ്യാറാക്കാൻ. നടക്കൂ? ചിലർ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ഐറ്റമാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന പുനുക് എന്ന് പറയുന്നത്. പുനുക് അതും ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതിന് പക്ഷെ വേറെ ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉപയോഗിക്കുന്ന ഈ 4 കാര്യങ്ങളാണ്: കർപ്പൂരം, ചന്ദനം, കർച്ചൂരം, കുങ്കുമം. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ അരച്ച് ഉണക്കി, പനിനീര് ചേർത്താണ് അരച്ച് ഉണക്കി എടുത്തതിന് ശേഷം 12,000 ഉരു ജപിക്കുകയാണ്. 12,000 ഉരു ജപിച്ചാണ് ഇത് അരയ്ക്കുന്നത്. ശേഷം നിത്യവും പനിനീര് കൊണ്ട് ചാലിച്ച്, വീണ്ടും പനിനീര്, റോസ് വാട്ടർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ചാലിച്ച് നെറ്റിയിൽ തൊടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഒരു വ്യക്തിയുടെ പേര് വെച്ച് അയാളെ ആകർഷിച്ചു കൊണ്ടുവരികയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിനകത്ത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ അയാളുടെ മുഖം നമ്മുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അയാളെ വീണ്ടും ദർശിക്കുന്നതോടൊപ്പം ആ ഒരു ആകർഷണം, അട്രാക്ഷൻ ഉണ്ടാവുകയും ബ്രേക്കപ്പ് ആയ ബന്ധങ്ങൾ ചിലത് വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് അത്. മന്ത്രം ഏതാണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർ ഈ മന്ത്രം ജപിക്കാം അവർക്ക്. പക്ഷെ അത് അവർ ജപിക്കേണ്ടത് 21 നാളാണ്. 21 നാൾ ജപിക്കണം. അതായത് ഒരു ദിവസം 108 പ്രാവശ്യം വെച്ചിട്ട് 21 നാൾ ജപിക്കണം. മനസ്സിലായോ? ഇപ്പം ഏകദേശം 2000 ഉരുവം കാണും. അല്ല, 2000-ൽ പുറത്ത് പോകും. 2000 ഉരുവിന് പുറത്ത് പോകും. അതിനുശേഷം ഈ തിലകം ഉണ്ടാക്കിയാലും മതി. കർച്ചൂരം കിട്ടിയില്ല, ബാക്കിയെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന തിലകം ചാർത്തുകയാണെങ്കിൽ, പനിനീരിൽ ചാലിച്ച് ചാർത്തുകയാണെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇതിനകത്ത് ചെയ്തവരുണ്ട്. വശ്യത്തിനകത്ത് ഇതിനകത്ത് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. ഇത് അശ്വാരൂഢം എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മളിത് ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ നമ്മളിത് ധരിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് ധരിക്കുന്നതോടുകൂടി ചിലപ്പോൾ നിങ്ങളുമായിട്ട് ശത്രുതയിലുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എപ്പോഴും നിങ്ങളുടെ അധ്യാപകരായിരിക്കാം, നിങ്ങളുടെ അയൽപക്കത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരൊക്കെ ആ ശത്രുത മാറി കുറച്ചുകൂടെ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിന് കാരണമാവും. അതാണ് ഈ പറയുന്ന അശ്വാരൂഢത്തിൻ്റെ പ്രത്യേകത. അതായത് ലോകവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ, രാജവശ്യം എന്നൊക്കെ പറയും. പ്രീതിയാണ്. സജ്ജനങ്ങളുടെ, നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ പ്രീതി നമുക്ക് ഉണ്ടാകും ഈ ഒരു സംഭവം ധരിച്ചു കഴിഞ്ഞാൽ. അത് തന്നെയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. അവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, വശ്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. തമിഴകം എന്ന് പറയും. കാരണം പണ്ട് തമിഴകം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കിടന്നതായിരുന്നു. ആന്ധ്ര, തമിഴ്നാട്, കേരളം ഇതെല്ലാം ഒരുമിച്ച് കിടന്നാണ് തമിഴകം. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അങ്ങനെ
ഇതാണ് ശരിക്കും വശ്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രണയബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ വീണ്ടും 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 യാചിച്ചു കൊണ്ടുപോയി അതെനിക്ക് വേണം, തിരികെ വേണം ആ സ്നേഹം എന്ന് പറഞ്ഞ് പോയിട്ട് യാതൊരു കാര്യമില്ല, നിന്നിട്ടും കാര്യമില്ല, നിലനിൽക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടെ അല്ല. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അത് മാത്രമാണ് നിങ്ങളുടെ. നഷ്ടപ്പെട്ടതൊന്നും നമ്മളുടെ അല്ല. നമ്മുടെ ആണെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്? നമുക്കതിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട്, അല്ല നമ്മൾ അയാളെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല. അല്ല, ഒരു കഥയുണ്ടല്ലോ, എന്താണ് ഇപ്പം കഥ പറയുന്നില്ല, ലെങ്ത് കൂടിപ്പോകും, അതുകൊണ്ട് ചെറിയൊരു കാര്യം പറയാം. ഈ വീട്ടിലൊക്കെ മരണം നടക്കുന്ന സമയത്ത് ഭാര്യമാർ നെഞ്ചത്തടിച്ച് കരയും. ബോഡി എടുക്കുന്ന സമയത്ത് പറയും കൊണ്ടുപോലെ 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 എന്ന്, അല്ലേ? കണ്ടിട്ടില്ലേ നമ്മളത്? ശരിയാണ്, അവരുടെ മാനസികാവസ്ഥ അതാണ്. അന്നേരത്തെ അവരങ്ങനെ പറഞ്ഞു പോകും. ആരും കൊണ്ടുപോയില്ലെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ? 24 മണിക്കൂർ കഴിയുമ്പോൾ അവർ തന്നെ പറയും ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ. ഇതിൻ്റെ അർത്ഥം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ ഉള്ളൂ ബന്ധവും സ്വന്തവും പ്രണയവും സ്നേഹവും സൗഹൃദവും. ഏതൊരു വ്യക്തിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെയുള്ളൂ എല്ലാ ബന്ധങ്ങളും എന്നുകൂടി നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം. ഞാനതാ പറഞ്ഞത്, ഏതൊരമ്മയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു വ്യക്തിയും കണ്ടിട്ടല്ല, ലോകത്തൊരാളെയും കണ്ടിട്ടല്ല. നിങ്ങൾ വന്നതൊറ്റയ്ക്ക്, പോകുന്നത് ഒറ്റയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ആരെയൊക്കെയോ കാണുന്നു. അവിടെ സൗഹൃദം ഉണ്ടാവുന്നു, ശത്രുത ഉണ്ടാവുന്നു, സ്നേഹം ഉണ്ടാവുന്നു, പ്രണയം ഉണ്ടാവുന്നു, പലതും ഉണ്ടാവുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നിനോടും അമിതമായ അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ വരികൾ ഞാൻ ഇവിടെ സ്മരിച്ചുകൊണ്ട് എന്താണ് ആ മന്ത്രം എന്ന് പറയുന്നു. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യും. ആം എന്നാണ് തുടങ്ങുന്നത്. ഏതൊരു മന്ത്രവും ഓമിൽ തുടങ്ങുമ്പോൾ ഇത് ആം ഹ്രീം ക്രോം ഏ ഹേ ഹി പരമേശ്വരി സ്വാഹ എന്നുള്ള മന്ത്രമാണ് അശ്വാരൂഢം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ജപിക്കാമോ? യെസ്, തീർച്ചയായിട്ടും. വശ്യമാണ്, പ്രശ്നമില്ല. ആരുടെ ഒരു കമന്റ് ഞാൻ കണ്ടു, വീരഭദ്രന്റെ മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന്. ആരാ പറഞ്ഞത്? വീരഭദ്രന്റെ മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? പിന്നെ ചിലർ പറയുന്നുണ്ട് ഗുരുമുഖത്ത് നിന്നേ ചിലത് പാടുള്ളൂ എന്ന് വലിയ ഗുരുക്കന്മാരിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ഗുരു എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണോ? നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് ഒരു വിദ്യാർത്ഥി നല്ലതാണെങ്കിൽ വിദ്യാർത്ഥി ഒരിക്കലും ഗുരുവിനെ തേടി പോകണ്ട, ഗുരു വിദ്യാർത്ഥിയെ തേടി വരും. അങ്ങനെയാണോ? നിങ്ങൾക്കൊരു ഗുരുവില്ലെങ്കിൽ പരമഗുരു എന്ന് പറയുന്നത്, സുപ്രീം ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ആളിൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ഏകദേശം 52 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുണ്യ പുരാതന പവിത്രമായ ഭാരതം എന്ന് പറയുന്ന ദേവഭൂമിയിൽ അവതരിച്ച, അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് വന്ന താരം, അവതരിച്ച താഴേക്ക് വന്ന ജ്യോതിസ്വരൂപം, അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ആരാ? ഭഗവാൻ 6 സദ്ഗുണങ്ങളോട് കൂടിയവൻ ആരോ അവനെ വിളിക്കുന്ന പേരാണ് ഭഗവാൻ, അല്ലേ? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്യ ശ്രീയാം ജ്ഞാനവൈരാഗ്യോ ശൈവ ഷണ്ഡാം ഭഗവതി, ഇങ്ങനെ ഈ 6 ഗുണങ്ങളോട് കൂടിയവൻ ഭഗവാൻ. ആ ഭഗവാനെ, ആ സുപ്രീം ടീച്ചറിനെ നിങ്ങൾക്ക് ഗുരുവായിട്ട് ഏറ്റെടുക്കാം, നിങ്ങൾക്ക് ഗുരുവായിട്ട് കാണാം. നിങ്ങൾ ഭജിക്കുന്ന ഏതൊരു ദേവൻ നിങ്ങളുടെ ഗുരുവാണ്, ഗുരുസ്ഥാനമാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനമാണ്, എങ്ങനെ കാണാം. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജപിച്ച് തുടങ്ങാം. ഏത് മന്ത്രവും ജപിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. പലരും പറയുന്നുണ്ട് ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തിനാ ഈശ്വരനെ വിശ്വസിക്കുന്നത്? നിങ്ങൾ പിന്നെ എന്തിന് അമ്പലത്തിൽ പോകണം? പിന്നെ നിങ്ങൾ എന്തിന് കൃഷ്ണനെ വിളിക്കണം? പരമഗുരു എന്നല്ലേ പുള്ളിയെ വിളിക്കണം. എന്നാൽ പിന്നെ അതിനെന്താ, ഗുരുവായിട്ട് കണ്ടിട്ട് തുടങ്ങിക്കൂടെ? അത് ഭയമാണെങ്കിൽ ഓക്കെ, വേണ്ട. അപ്പോൾ നമ്മുടെ വിശ്വാസം അത്രയേ ഉള്ളൂ. പ്രാർത്ഥന, ഭക്തി എന്ന് പറയുന്നത് അർപ്പണമാണ്, ഡെഡിക്കേഷൻ ആണ്, സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിച്ച ഒരു വ്യക്തിക്ക് ഭയം എന്ന് പറയുന്നത് തീണ്ടപ്പടകലയാണ്. അയാൾക്ക് എന്തും ജപിക്കാം. പക്ഷേ ഭക്തി അങ്ങനെയുള്ളതായിരിക്കണം. ചുമ്മാതെ ഇന്നത്തെ ദിവസം ഞാൻ കൃഷ്ണനെ ഗുരുവായിട്ട് കാണുന്നു, കൃഷ്ണൻ ഗുരുദക്ഷിണ വെക്കുന്നു, തുടങ്ങുന്നു. അങ്ങനെയല്ല.
ഭഗവാനെ ആവാഹിച്ച് ഉള്ളിലേക്ക് എടുക്കുക. എല്ലാവരും പറയും ഭഗവാൻ എൻ്റെയാണ്, ഭഗവാൻ എൻ്റെയാണ്. ഭഗവാൻ എല്ലാവരുടെയാണ്. അവിടെ ജാതി മതമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മന്ത്രം ജപിക്കാം. ഒരു ദോഷം ഉണ്ടാവില്ല. മന്ത്രം തെറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവും. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം തെറ്റിയാൽ ഉണ്ടാകുന്ന കുഴപ്പം താങ്കൾ മരിച്ചു പോകുന്നല്ല, താങ്കൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഫലിക്കില്ല, അത്രയേ ഉള്ളൂ, അല്ല മറ്റൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. വേദങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ടാണ്. അതും കൂടെ ഇതിനകത്ത് പറയണം. ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ടാണ് വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പണ്ട് കാലത്തൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവൻ വേദം പഠിക്കാൻ പാടില്ല. അജവിയിൽ ഈ ഒഴിക്കുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ചരിത്രം പഠിച്ചവർക്കറിയാം. അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണൻ ഉച്ചരിക്കണം. ഗുരുമുഖം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, അവരിൽ നിന്ന് പഠിക്കണം. ഇല്ല ഇയാൾ ഗുരുവിനെ അന്വേഷിച്ച് ഹിമാലയത്തിൽ പോകുമോ? സന്യാസീനെ അന്വേഷിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ചൊല്ലാത്ത മന്ത്രങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചത് വരില്ല. ഞാൻ ചൊല്ലാത്ത ഒരു മന്ത്രവും ഇല്ല. സത്യം പറയാമല്ലോ, ചൊല്ലരുത് എന്ന് പറയുന്നതേ ചൊല്ലത്തുള്ളൂ. ചൊല്ലരുത്, നീ ആ മന്ത്രം ചൊല്ലാൻ പാടില്ല, നിങ്ങൾക്കത് പാടില്ല. അതിന് ഗുരുമുഖത്തു നിന്ന് ദീക്ഷ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. സൗകര്യമില്ല, നമ്മൾ ചൊല്ലും. എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അതാണ് നമുക്ക് വിദ്യാഭ്യാസം തരുന്ന ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഏതാ? അപ്പോൾ നിങ്ങൾ ഒരു സന്യാസിയേക്കാളും മുകളിലാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനേക്കാളും മുകളിലാണ്, ഒരു നമ്പൂതിരിയേക്കാൾ മുകളിലാണ്, ഒരു പൂജാരിയേക്കാൾ മുകളിലാണ് ഈശ്വരന്റെ സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്, ധൈര്യമായിട്ട് ചൊല്ലാം. അപ്പോൾ എന്താണ് ഈ മന്ത്രം എന്നുള്ളത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. ആവശ്യമുള്ളവർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വേണ്ടാത്തവരെ വശീകരിക്കാൻ നിൽക്കണ്ട. വശീകരണത്തിന് ഇപ്പം പുതിയ കാലത്ത് പുതിയൊരു പേരാണ് മാനിഫെസ്റ്റേഷൻ. പച്ച മലയാളത്തിൽ വശ്യം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കൈത്താങ് മാത്രമാണ് ഈ മന്ത്രം. അശ്വാരൂഢം വേറെ ഉണ്ട് കേട്ടോ. അശ്വാരൂഢ യന്ത്രങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അശ്വാരൂഢത്തിൻ്റെ യന്ത്രാന്തരം ഉണ്ടാകും. കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ആവശ്യമുള്ളവർ കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമാവട്ടെ. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഉപയോഗിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം എൻ്റെ പ്രേക്ഷകരെല്ലാവരും നല്ലവരാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ പിന്നീട് അതിൻ്റെ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആത്മാർത്ഥത എപ്പോഴും ഉണ്ടായിരിക്കുക, നന്ദിയുള്ളവനാകുക. ആരോട്? ദൈവത്തിനോട്. ഇതുവരെ കിട്ടിയതെല്ലാം, അതിനെല്ലാം നന്ദി. അത് തന്നെയാണ്. അത്രയും മാത്രം ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. രുദ്രായ നമഃ.